കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും പ്രത്യേകത ബി.ജെ.പി. അക്കൗണ്ട് തുറന്നു എന്നതാണ്. തൃശൂർ എന്നത് ബി.ജെ.പിയുടെ ഒരു പ്രതീക്ഷയായി മാറി. പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കുള്ള വോട്ട് ശതമാനത്തിലൂടെയാണ് ബി.ജെ.പിയുടെ കടന്നുവരവുണ്ടായത്. ഇനി കാണാൻ പോകുന്ന ഈ ദൃശ്യങ്ങൾ ബി.ജെ.പിയുടെ ആ ആവേശം എത്ര കണ്ട് വലുതായിരുന്നു എന്ന് തെളിയിക്കും. വലിയ രീതിയിലുള്ള ആവേശ കാഴ്ചകളാണ് തൃശൂരിൽ ബി.ജെ.പി. പ്രവർത്തകർ ഒരുക്കുന്നത്. സുരേഷ് ഗോപിക്കുള്ള ആവേശ കാഴ്ചകൾ ബി.ജെ.പി. കൊണ്ടാടുകയാണ്. സംസ്ഥാനത്ത് തങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ കാലം തെളിഞ്ഞു എന്ന് ബി.ജെ.പി. കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. അതിന് വഴിയൊരുക്കുന്നതാകുമോ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഡാനി പോൾ നമുക്കൊപ്പമുണ്ട്. ഡാനി, വലിയ ആവേശ കാഴ്ചയാണ് തൃശ്ശൂരിൽ. ബി.ജെ.പിക്ക് ഇത് ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? സജിത്ത്, വലിയ ആവേശം. നമ്മൾ സാധാരണ പൂരനഗരിയിലേക്കെല്ലാം വരുമ്പോൾ കാണുന്ന അതേ ആവേശം തൊട്ടറിയാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ സ്വരാജ് റൗണ്ടിൽ വടക്കുന്ന സന്നിധിയിലെല്ലാം തന്നെ ഈ പരിസരത്ത് നിരവധിയായ ബി.ജെ.പി. പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് നിറഞ്ഞിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന്, പല ജില്ലകളിൽ നിന്നെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയവരാണ്. കാരണം അവർ നേടിയ ഈ ഒരു വിജയം, അത് മാത്രം മതി അവർക്ക് കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആവേശത്തിന്റെ, ആമോദത്തിന്റെ തിരികൊളുത്താൻ. അത് എല്ലാവർക്കും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ മുഴുവൻ പേരും ഇവിടേക്ക്, ഏതാണ്ട് ബി.ജെ.പിയുടെ പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് അണിനിരന്നിരിക്കുന്നു. അതേ ആവേശം ഉച്ച മുതൽ നമ്മൾ ഇവിടെ തൃശ്ശൂരിൽ സ്വരാജ് റൗണ്ടിന് ചുറ്റും കാണാം. ഇപ്പോൾ അത് അതിന്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം അവർക്ക് പ്രിയപ്പെട്ട സുരേഷ് ഗോപി ഏതാനും സമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും എന്ന് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതേ ആവേശത്തിലേക്ക് തന്നെ അവർ പോയിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയെ കാത്തു നിൽക്കുന്ന ആവേശത്തോടുള്ള പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. കാവടിയും എല്ലാമായി അവർ തയ്യാറെടുത്തിരിക്കുകയാണ്. കാരണം ഈ ദിവസം അവർക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. ഇതിനു മുൻപ് സ്വരാജ് റൗണ്ടിലേക്ക് ഇതേപോലെ സമാനമായ ഒരു സ്വീകരണം അവർ അന്ന് നൽകിയിരുന്നു. അത് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് നാമനിർദ്ദേശ പത്രിക അടക്കം നൽകുന്നതിന് തെരഞ്ഞെടുപ്പിന് സജ്ജമായിക്കൊണ്ട് സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിയപ്പോഴാണ്. അന്ന് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇവിടേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നവരെയും വലിയ സ്വീകരണമായിരുന്നു. ഇന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളം മുതൽ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ നിറയെ ഇവിടെ നമ്മൾ കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിലേക്ക് ഇവർ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവർ തന്നെയാണ്. എവിടെ നിന്നെത്തുന്നു? ഞങ്ങള് കാലങ്ങളായിട്ട് കാത്തിരുന്ന സ്വപ്നങ്ങളാണ് നിരവധി. അതുകൊണ്ട് ഇനി സുരേഷ് ഏട്ടൻ ഞങ്ങളെ നെഞ്ഞിൽ കയറ്റി നടക്കും. അതാണ് സുരേഷ് ഏട്ടൻ. ഇനി കേരളം നന്നായി ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാന്നുള്ളത് മറ്റുള്ള പാർട്ടിക്കാർ മനസ്സിലാക്കും. ഈ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇത്ര ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ ഇത് സൂപ്പറോട്ടെ 3.5 ലക്ഷം. അതിന് നമ്മുടെ ജനങ്ങൾ, നമ്മുടെ നരങ്ങൾ, വോട്ടർമാര് അവർക്ക് ഏറ്റവും നന്ദി. സുരേഷ് ബി.ജെ.പി. ഏറ്റവും വലിയ നന്ദി ജനങ്ങൾക്ക് കേട്ടോ. സുരേഷ് ഗോപി സാറ് ജയിച്ചതിന് ഞങ്ങൾക്ക് നന്ദി. അച്ഛല്ല, അമ്മല്ല, ആങ്ങളമാരല്ല, ചേട്ടല്ല, ആരും ഇല്ലാത്ത ഭാവിയാണ് ഞാനിട്ടാ. ഞങ്ങൾക്ക് നല്ല നന്ദി. എല്ലാവർക്കും വോട്ടർമാർക്കൊക്കെ നന്ദി.
സജിത്ത്, ഇതേ ആവേശം തന്നെയാണ് ഇവിടേക്ക് എത്തുമ്പോഴേക്ക് എല്ലാവരും തന്നെ കാണാൻ കഴിയുന്നത്. കാരണം വലിയ രീതിയിൽ തന്നെ അവർ ആവേശത്തിലാണ്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി നമ്മൾ ഈ സ്വരാജ് റൗണ്ടിൽ ഇത് കാണുന്നത് ഇതേ ദൃശ്യങ്ങളിൽ തന്നെയാണ്. നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കം ഒട്ടനവധി പേർ ഇവിടേക്കായി എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞതുപോലെ സ്ത്രീ വോട്ടർമാരെ അടക്കമുള്ള ഒരു വലിയ പങ്കാളിത്തം കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി മിന്നുന്ന വിജയത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അത്തരം വോട്ടർമാരുടെ എല്ലാം വലിയൊരു പരിച്ഛേദം ഇപ്പോൾ ഇവിടേക്ക് ഉണ്ട്. പല 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 സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നവരെല്ലാവരും തന്നെ ഇവിടെ വളരെ ആവേശത്തോടുകൂടി തന്നെ അവർ സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നു. സുരേഷ് ഗോപി വരാൻ വെയിറ്റ് ചെയ്യണോ? അതെ അതെ, തീർച്ചയായും ഞങ്ങളുടെ മുത്താണ് സുരേഷ് ഗോപി. സുരേഷ് ഏട്ടൻ ഞങ്ങളുടെ തൃശ്ശൂർക്കാരെ മുത്താണ്. ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായും സുരേഷ് ഏട്ടനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ കാത്തുകൊണ്ട് തന്നെ ഞങ്ങള് വളരെയധികം ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. വലിയ ആവേശം മാത്രമാണ് എല്ലാവരുടെ വാക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നത്. പലയിടങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിയവർ എല്ലാവരും തന്നെയും വളരെ ആവേശത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അല്പസമയത്തിനകം ഇവിടേക്ക് ഇവരെ ആവേശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സുരേഷ് ഗോപി ഇവിടേക്ക് വരുമെന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെയുള്ളത്. സ്വരാജ് റൗണ്ട് നിറഞ്ഞ കവിയുന്ന രീതിയിലേക്ക് വരുന്നു. ഇവിടെ മണികണ്ഠലാലിന് സമീപം അദ്ദേഹം വന്ന് ഇവിടെ നാളികേരം ഉടച്ച ശേഷം ഇവർക്കൊപ്പം ഇവരുടെ ആവേശ പ്രകടനത്തിൽ പങ്കുചേർന്നുകൊണ്ട് സ്വരാജ് റൗണ്ടിനെ ഒരു വട്ടം അദ്ദേഹം സ്വരാജ് റൗണ്ടിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ട് അതിൽ ചുറ്റും നിൽക്കുന്ന ആരാധകരെയും അതോടൊപ്പം തന്നെയും പ്രവർത്തകരെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും അദ്ദേഹം ഇവിടെ മറ്റ് 7 മണ്ഡലങ്ങൾ, 7 നിയമസഭാ മണ്ഡലങ്ങളിലും എല്ലാം തന്നെയും ഇതേ എല്ലാവർക്കും വോട്ടർമാർക്കെല്ലാം നന്ദി